ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമില്ല, ഈ നിൽക്കുന്ന സാധനത്തിൻ്റെ ജന്മദിനമല്ലേ ജന്മദിനമല്ലേ ഓക്കെ ജനിച്ച ദിവസം, അതായത് ബർത്ത്ഡേ, ജനംദിൻ, ഹുട്ടു ഹബ്ബ അല്ലെങ്കിൽ പുട്ടിന റോജു, അങ്ങനെ പല ഭാഷയിൽ പലതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഏപ്രിൽ 2 മാള് ജനിച്ച ദിവസം. അപ്പം ഒരു കടുകുമണി അങ്ങോട്ടായിരുന്നെങ്കിൽ ഏപ്രിൽ 1 ആയിരുന്നെങ്കിൽ ഏപ്രിൽ ഫൂൾ എന്നെങ്കിലും വിളിക്കായിരുന്നു. പക്ഷേ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏപ്രിൽ 1 ജനിച്ച പോലെ ആണെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസത്തിന്മേൽ ഏപ്രിൽ 2 ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാളുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേ ആഘോഷിച്ച സമയത്ത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, മാളുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമല്ലോ, ഈ വർഷം പുതിയ വീട്ടിൽ വെച്ച് ആഘോഷിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ആൻഡ് സക്സസ്ഫുള്ളി എനിക്കത് സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു 30%-40% ഉത്തരവാദി ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൽ ചെറിയ പാളിച്ചകളൊക്കെ പറ്റിപ്പോയി. അപ്പോൾ വീടിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് കുറേ പേര് ഇങ്ങനെ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും ഞാൻ കഴിഞ്ഞ 2-3 മാസത്തോളം ഒന്നും തന്നിട്ടില്ല. കാര്യം അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ പറയും പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനി ഒരു 1-2 ആഴ്ച കഴിയാതെ ഒന്നും പറയത്തില്ല. കാര്യം അത്രയും വലിയൊരു കിണ്ണം പണിയാണ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതെന്തായാലും സങ്കടം പറയാനുള്ള ഒരു വീഡിയോ അല്ല, ഇത് അത്യാവശ്യം നല്ല എൻജോയ് ചെയ്യാനുള്ള, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ രോഹിണി മഹോത്സവത്തോട് അനുബന്ധിച്ച് പൊങ്കാല ദിവസമായിരുന്നതുകൊണ്ട് അമ്മ രാവിലെ തന്നെ ചെന്ന് മാളുവിൻ്റെ ജനിച്ച ദിവസമായതുകൊണ്ടും അമ്മ മാളുവിന് വേണ്ടി ബാക്കി നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയും പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ പൊങ്കാല ഒന്ന് കഴിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ഈറ്റ് സം പൊങ്കാല ചോർ ആൻഡ് മറ്റെന്തുണ്ട് വേറെന്തോ മണ്ടപ്പുറ്റ് തരലേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അത് ആദ്യം തിന്നുകൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് അമ്മ ഇട്ടുകൊണ്ട് വന്ന് ഇത് വെള്ളച്ചോറ്, അപ്പുറത്തെന്ത് ഇത് പായസം, അതോ അത് കാലിപ്പാത്രം, ഇത് തെരളി, ഇത് അമ്മ ഇതല്ലേ തെരളി, ഇത് മണ്ടപ്പുറ്റ പുട്ടല്ല മണ്ടപ്പുറ്റ, അങ്ങനെ എന്താണ് പറയണത്. പക്ഷെ അതെന്തായാലും ഇട്ടത് അമ്മയല്ല, അമ്മയ്ക്ക് അത് ഇടാൻ അത്ര വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് അവിടുത്തെ പൊങ്കാലയിൽ ഏതോ ഒരു മാമ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അതും മേടിച്ചുകൊണ്ടിങ്ങ് വന്ന് മക്കൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ആദ്യം പൊങ്കാലക്കാരിക്ക് ബർത്ത്ഡേക്കാരിക്ക് എന്നെ കൊടു. ഇത് പിന്നെ ഇത് അച്ഛൻ മേടിച്ചു കൊണ്ടുവന്ന് പാപ്പടി, സോനം പാപ്പടി, സോനം പാപ്പടി കൊടുക്ക. സ്വീറ്റ്സ് ആണ് അധികം കഴിക്കരുത്, ഷുഗർ ഒന്നും തീർന്നു. ഹാപ്പി ബർത്ത്ഡേ മോളെ. കഴിഞ്ഞിട്ട് മാളുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കണ്ടന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോണ്ടന്റ് എന്നും പറയും. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഷൂട്ട് ചെയ്യണം. പറ്റിയ ഇന്ന് തന്നെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യും, എഡിറ്റൊക്കെ ചെയ്ത് തീരുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നാളത്തേക്കാവും കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുമ്പോ എന്തായാലും ഇന്ന് ബർത്ത്ഡേക്ക് അല്ലേ, അപ്പൊ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ട്. വെറും ഗ്ലോ അല്ല, നല്ല നാച്ചുറൽ ഗ്ലോ. പുറത്തോട്ട് നോക്കിയാൽ ഭയങ്കര ചൂട് പൊടി, പിന്നെ അതിനൊപ്പം പുറത്തിറങ്ങിയ സണ്ണിന്റെ വക സൺ ടാനും കിട്ടും. അപ്പൊ അതെല്ലാം മാറ്റി നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടണം. ഒരു സൂപ്പർ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതും ഈ സമ്മർ ടൈമിലാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് മാമഅർത്തിന്റെ ഉപ്ടൻ ഡീറ്റാൻ ഫേസ് പാക്ക്, അതേപോലെ ഡീറ്റാൻ സൺസ്ക്രീൻ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ടർമറിക് ആൻഡ് സാഫ്രോൺ ആണ്. ടർമറിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരും. പിന്നെ സാഫ്രോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലിയർ ആക്കും. ഇതിൽ പ്രത്യേകിച്ച് ഒരു ഹാർംഫുൾ കെമിക്കൽസ് അടങ്ങിയിട്ടില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ്. മാമഅർത്തിന്റെ ഉപ്ടൺ ഡീറ്റാൻ ഫേസ് പാക്ക് ക്ലീൻ ഫേസ് ആൻഡ് നെക്കിലേക്ക് ഒരു ചെറിയൊരു എമൗണ്ട് എടുത്ത് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് വാഷ് ഓഫ് ചെയ്താൽ മതി. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സൺ എക്സ്പോഷർ അടിച്ച് സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിവൈവ് ചെയ്ത് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ തന്നെ തരും. ഇനി സണ്ണിൽ നിന്ന് ഒരു എമൗണ്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് മാമഅർത്തിന്റെ ഉപ്ടൺ ഡീറ്റാൻ സൺസ്ക്രീൻ ഇടാം. ഇതിൽ SPF 50 PA++++ അങ്ങനെ 4+ ഉണ്ട്. മാമഅർത്ത് കസ്റ്റമേഴ്സിനെ ലിസൺ ചെയ്ത് നമ്മുടെ നീഡ് അനുസരിച്ച് ഓരോ ദിവസം അവരുടെ പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ പിന്നെ അടുത്തുള്ള സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ കൂപ്പൺ കോഡായ ARUNJ2025 യൂസ് ചെയ്ത മാമഅർത്തിന്റെ സൈറ്റ് ആൻഡ് ആപ്പിൽ നിന്ന് 20% ഓഫും കിട്ടും. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ഗായ്സ് നമ്മൾ റീല് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഡയറക്ടർ ആർട്ടിസ്റ്റിന് എങ്ങനെയൊക്കെ അഭിനയിക്കണം, ഡയലോഗ് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോട് നാട്ടുകാരെ കാണട്ടെ. അതായത് നിങ്ങൾക്ക് ഇനി ഡയലോഗ് ഒന്നും ഇല്ല ഇവിടെ.
മരം പിടിഞ്ഞത് അവിടെ നിന്നത് പെർഫോമൻസ് മൊത്തം ഞാനും ആളും കൂടെയാണ്. അപ്പൊ ഞാൻ ചാടിക്കയറി വിളിക്കും. പക്ഷെ ലൈറ്റിന്റെ ഒരു വിഷയമുണ്ട്. ലൈറ്റ് എവിടെ വയ്ക്കും? ഒരു കാര്യം, അമ്മയെ കിട്ടാത്ത വിധത്തില് ക്യാമറ പിടിക്കണം കേട്ടോ. അപ്പൊ അമ്മ ലൈറ്റ് പിടിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ ചാടി കയറി ഇവിടെ എടുത്തിട്ട് മറ്റേ ഞാൻ ഓവർ ആക്ട് ചെയ്യും. അല്ല, നേരെ ആക്ട് ചെയ്താൽ മതി, അത് ഓവർ ആയിക്കോളും. അതാണ് ഞാനും പറയാൻ വന്നത്. ചേട്ടൻ കാണിക്കുന്നതിന് 10-1 കാണിച്ചാൽ മതി, കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ സീൻ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു സീൻ കുറച്ച് ഓവർ ആക്ടിങ് വേണം. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്നുള്ള മാക്സിമം ഓവർ ആക്ടിങ് എക്സ്ട്രീം ഔട്ട്പുട്ട് ഞാൻ അതിനകത്തോട്ട് ഇടും. എങ്കിലേ ആ ഒരു സീനിന് അതിന്റെ ഒരു ഭംഗി വരുള്ളതാണ് ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ആ റീല് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ വരുന്നൊരു സംഭവം ഉണ്ട് ഫ്രിഡ്ജ് തുറക്കാൻ നേരത്തെ. അപ്പൊ ഗായ്സ്, ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് സെക്കൻഡ് ഷെഡ്യൂളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം വൈകുന്നേരം. ഷൂട്ടിംഗ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ സീൻ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരും. ജസ്റ്റ് ഇങ്ങനെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് മറ്റേ നോർമൽ ആക്ടിങ് ഞാൻ നേരത്തെ ഡയലോഗ് പറഞ്ഞ പോലെ ഇങ്ങനെ ആക്ട് ചെയ്തു. അപ്പൊ നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലത്തെ അവിടെ നിന്ന് പാസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ക്യാമറയിൽ നിന്ന് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കുള്ള നിന്റെ എക്സ്പ്രഷനാണ് കിട്ടാറ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ഇരിക്കാം. ഇവിടെ അവിടെ ദിവാറിലോട്ട് എഴുതാം. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്നിട്ട് ഇവിടെ കട്ട്, എന്നിട്ട് ക്യാമറ വേറെ എന്തിനും പോകും. അപ്പൊ അത് ഇതാവില്ല. ഓക്കെ, അപ്പൊ അതും ചെയ്തിട്ട് അപ്പൊ ഇവിടത്തോടെ തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോവാം. ക്യാമറമാൻ ഞങ്ങൾ 3 പേര് തന്നെയാണ് മാറി മാറി പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബാക്കി ഷൂട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, മാളുവിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് വലിയ സെലിബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ലഘുവായിട്ട് ആഘോഷിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നോൺ വെജും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പൊങ്കാലയും കൂടെ ആയിട്ട് അമ്മയ്ക്ക് രാവിലെ പോകണമല്ലോ, അതുകൊണ്ട് അത് വെച്ചില്ല. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന് പരിപാടിയുണ്ട്. അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് മാളുവിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള കേക്ക് നോക്കി എടുക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും സർപ്രൈസ് ഒന്നും നടക്കുന്ന കാര്യമില്ല. കാര്യം എങ്ങനെ പോയി കഴിഞ്ഞാലും വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ സാധനം അറിയും. ഫ്രിഡ്ജിനകത്ത് ഈ സാധനം വെക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇത് കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് സർപ്രൈസ് ഇല്ലാത്തതുകൊണ്ട് അവളെയും വിളിച്ചുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് എന്താണെന്ന് വെച്ചാൽ അത് നോക്കി മേടിക്കുക. പിന്നെ മാളുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട്, ഐഫോൺ എപ്പോഴും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ യാത്ര ചിലപ്പോൾ അവിടെ ചെന്ന് അവസാനിക്കുകയില്ലേ എന്ന് അറിഞ്ഞുകൂടാ. ലെറ്റ് മീ സീ. ഓക്കെ, പോയി നോക്കാം. ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നോക്കിയെടുത്തോ. ആ കേക്കാണ് നിനക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ പോണു. പേരൊന്നുമില്ല, നിനക്ക് ഏതാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കണം. അത് 1/2 കിലോ വേണം. 1/2 കിലോ വേണോ 1 kg വേണോ? അത് 1 kg. മോള് ഫാൻ ഗേളിലൊക്കെ കിട്ടിയില്ല. മോളുടെ പേരെന്താ? ദുവ. ഓക്കെ, ഇന്ന് മാളു ചേച്ചിയുടെ ബർത്ത്ഡേയാ. ഒന്ന് വിഷ് ചെയ്ത് തരേ. ഓക്കെ, ഓക്കെ, കേക്ക് സെറ്റ്. അല്ല, ഒരു കവറായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓക്കെ. CCTV ഇട്ടോളൂ. ബർത്ത്ഡേ ഏത് മിഠായി എടുത്തത്? ഗാലക്സി. ഒരു ഗാലക്സിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മള് മാളുവിന് ഇഷ്ടപ്പെട്ട സർപ്രൈസ് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് മാളുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കട എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ആ കട. ഐഫോൺ മേടിക്കാൻ കുറച്ച് പൈസ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തൽക്കാലം നിനക്ക് അല്ലാതെ ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനം ഇല്ലേ, ഇതങ്ങ് മേടിക്കാന്ന് വിചാരിച്ചു. തുണി. ഇവക്ക് എത്ര കിട്ടിയാലും മടുക്കാത്ത ഒന്നേ ഒന്നുള്ളൂ, അത് തുണിയാണ്. ഇവക്ക് എത്ര എന്ന് പറഞ്ഞാലും എനിക്ക് ഇനിയും വാങ്ങിച്ചോ എനിക്ക് ഇടാനൊന്നുമില്ല. ഇവിടെ നിന്നല്ല പൊതുവെ എല്ലാ ഗേൾസും അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാം. 1000 രൂപയുടെ ആസ്തിയുണ്ട് നിന്റെ ഈ ചേട്ടന്. അതിനകത്തുള്ള എന്തുവേണോ നിനക്ക് ഈ കടയിൽ നിന്ന് എടുക്കാം. കുഞ്ഞു കടയിലാണ് കാരണം കേട്ടാ. തുണി കാണുമ്പോഴത്തേക്ക് മാടമ്പള്ളിയിലെ മനോരോഗിയെ പോലെയാണ് മാള്. എന്തൊരു കൊതി നോക്കിയാണ്, ആക്രാന്തം നോക്കിയാണ്. നോക്കി പോണോ? കണ്ടിട്ടില്ലാത്ത പോലെടി. കൊള്ളാടി. ഓ, നിനക്ക് ചേർത്ത എനിക്ക് കൊള്ളാൻ തോന്നുന്നു. നിനക്ക് ഇങ്ങനെ
ഓ എനിക്കിഷ്ടപ്പെട്ട്. പക്ഷെ അതിൻ്റെ കൂടെ കണ്ണാടി ചേരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ 10-25 തുണി പിരുത്തുകാരി ഇട്ടേലി അവസാനം ഏറ്റവും ആദ്യം എടുത്ത തുണി തന്നെയാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൺഫേം. അത് തണുപ്പ് സമയത്ത് ഇട്ടാൽ മതി. അതായത് തുണി അങ്ങനത്തെ തുണിയല്ലേ. ഞാനൊക്കെ ഒരു കടയിൽ കയറിയല്ലേ, ഞാൻ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ 5 തുണിയിൽ തന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കും. ഇതിപ്പോ പറ എന്ത് ചെയ്യണം? വേറെ നോക്കണം. കൊള്ളാം, എനിക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. നിനക്കിങ്ങനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടെങ്കിൽ അതെടുക്കും. അതെങ്കിലും ഒന്ന് ഇട്ടിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഈ അടുത്തത് കാണിക്കുന്ന സ്റ്റോക്ക് വരുമെന്ന് പറയാം. ട്രെയിന് മാത്രമേ ഇപ്പം നടക്കണുള്ളൂ. അപ്പോൾ ഗൈസ് അങ്ങനെ മണിക്കൂറുകളൊക്കെയുള്ള സെലക്ഷന് ശേഷം ഏതൊക്കെയോ സാധനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. മണിക്കൂറോളം എടുത്തു ഈ സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാൻ. അതായത് CID മൂസയിൽ ബന്ധു പണിക്കർ കൊച്ചുണ്ണീരെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് മിക്സി അതും ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് പലതും സെലക്ട് ചെയ്യില്ലേ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ്. വിവരമുള്ളവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഗേൾസിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോരുന്നത് ഭയങ്കര തലവേദനയാണ്, നമുക്ക് ബോറടിച്ച് ചാവുമെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോവാം. ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഓ ഗിഫ്റ്റും കിട്ടി. ഓ ഡബിൾ ഹാപ്പി അല്ലേ? ഓക്കെ ബാ. അപ്പോൾ വേണ്ട നമ്മുടെ ബർത്ത്ഡേ ഗേൾ വരാൻ പോവുകയാണ്. ഈ ഡ്രസ്സ് എന്ന് പറയുന്ന സാധനം ഇവക്ക് കൊടുത്തതെന്ന് വെച്ചാൽ ആ ചേച്ചി ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ആ ചേച്ചിയുടെ പേരറിയോടി? അയ്യോ, എന്തായാലും നിങ്ങൾ ആ നേരത്തെ ആ കടയിൽ കണ്ട ആ ചേച്ചിയാണ്. നല്ലൊരു മനസ്സുള്ള ചേച്ചിയാണ്. ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഡ്രസ്സും വേറൊരു സാധനം കൂടെ കൊടുത്തല്ലേ, അതും കൂടെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ഈ വീഡിയോയിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് പിന്നെ നമ്മുടെ കേക്ക് വേൾഡ് അല്ലേ, കേക്ക് വേൾഡിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ബില്ലടിച്ചിറങ്ങാൻ നേരത്ത് ബലൂണും മെഴുകുതിരി എല്ലാം തന്ന ആ ചേട്ടന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാൻ പോവാം. 10 മണി സമയമായപ്പോഴാണ് നമ്മളിത് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മുഖ്യ അതിഥി എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ അതിഥിയെ കണ്ടിട്ടുണ്ടാവത്തില്ല. കാര്യം പുള്ളി ജോലി തിരക്കിൻ്റെയിലാണ്. അപ്പോൾ നമുക്കൊന്നും പറയാതിരിക്കാനും പറ്റൂല, കാര്യം ജോലി ആയതുകൊണ്ടേ വേറെ ഒന്നും പറയാനും പറ്റൂല. ഇതെന്തിനു മാളോ മെഴുകുതിരി എത്രയും കത്തിച്ചത്? ഒരു ഭംഗിക്ക്. ഇത് കത്തിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഊതി അണയ്ക്കാനാണെങ്കിൽ പിന്നെ എന്തിനു കത്തിച്ചത്? ഇതൊക്കെ ഒരു ആചാരമല്ലേ. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മെഴുകൊക്കെ കേക്കില് വേഗം അങ്ങോട്ട്. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ, പരിപാടി തുടങ്ങിക്കോ. Birthday to you, happy birthday to you, happy birthday to you. ബാക്കിയും കൂടെ പാട് അല്ലേ, ബാക്കി പാട്. 4 വരി പാടിയതാ. ഇത് മാത്രം അറിയുള്ളല്ലേ? കുറച്ച് നേരത്തേക്ക് ഇനി വാ തുറക്കരുത്. വാ തുറക്കാതിരിക്കാനാണെങ്കിൽ ആ മെഴുക് ഉരുകി വീണ ആ പീസ് എടുത്ത് കൊടുറി. അപ്പം വേറെ അധികം അതിഥികൾ അങ്ങനെ ആരുമില്ല. വളരെ സൗകര്യം കുറവാണ് ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ 4 പേര് മാത്രമുള്ള ഒരു ചെറിയ ബർത്ത്ഡേ ആഘോഷമാണ്. പിന്നെ എന്ന് പറയുമ്പോൾ മെയിൻ സാധനം ഞാൻ നോട്ടിട്ട് വെച്ചിരുന്നേ, അതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാളുവിന് പുതിയ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്ന്. നടന്നില്ല. എനിക്ക് തോന്നും മാളുവിൻ്റെ നാളെ ആയില്ലല്ലോ. നാളിന് മുമ്പ് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് എന്തായാലും അടുത്ത ബർത്ത്ഡേ മാളുവിൻ്റെ ബർത്ത്ഡേ ഭയങ്കര സെറ്റപ്പായിട്ട് പുതിയ വീട്ടിൽ വെച്ച് ആഘോഷിക്കും.
എന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അപ്പൊ ഇനി അതിന് അടുത്ത വർഷം വരെ ഞാൻ കാത്തിരിക്കുന്നു. അല്ലാതെ മാസാമാസം ബർത്ത്ഡേ ഉണ്ടാവാൻ പറ്റൂലല്ലോ. നാള് വരും, പക്ഷെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതുവരെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ കാത്തിരിക്കാം, കുഴപ്പമില്ല. എന്റെ ബർത്ത്ഡേ വരുമല്ലോ, ഇത് അതിന് നന്നായിട്ട് അവിടെ ആഘോഷിക്കാമല്ലോ. ഞാനും കട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇനി വരുന്നതെന്ന് പറയുന്നത് അച്ഛന്റെ ബർത്ത്ഡേ ആണ്, മെയില്. സത്യത്തിൽ ഇങ്ങനെയൊന്നുമല്ല, പുതിയ വീട്ടിൽ ആദ്യം എന്റെ ബർത്ത്ഡേ വരേണ്ടായിരുന്നു, പക്ഷേ ചമ്മിപ്പോയി. അത് ചെറിയ നൂലാമാലകളൊക്കെ ഉണ്ട്, അത് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ആഘോഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.